ആക്ട് സെക്കൻഡ് സീൻ വൺ. ആക്ട് സെക്കൻഡ് സീൻ വൺ എന്ന് പറയുന്നത് 2 സീൻസുകളാണ് ആക്ട് സെക്കൻഡിലുള്ളത്. സോ നേരത്തേക്ക് നമ്മൾ കണ്ട പോലെ തന്നെ ലേർട്ടസ് ഫ്രാൻസിലേക്ക് എസ്പെഷ്യലി പാരീസിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞ ഉടനെ തന്നെ പൊളോണിയസ് അയാളുടെ സെർവന്റ് റെനാൾഡോയെ വിളിപ്പിക്കുകയാണ്. റൊണാൾഡോയെ വിളിപ്പിച്ചിട്ട് പറയാണ്, ലേർട്ടസ് പാരീസിലേക്ക് പോയിട്ടുണ്ട്, നീ അവിടെ ചെല്ലണം. ഓക്കെ, അവന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയണം. കാരണം ഹി ഈസ് എ മാൻ ഹു എൻജോയ്സ് ഗാംബ്ലിംഗ്, ഡ്രിങ്കിങ്, ഫെൻസിങ്, സ്വയറിങ്, ഫൈറ്റിംഗ്, ദെൻ വാറിങ് ആൻഡ് വിസിറ്റിംഗ് ബ്രോത്തൽസ്. ഓക്കെ, ഇതെല്ലാം ആർക്കും ഇഷ്ടമാണ്? നമ്മുടെ ലേർട്ടസിന് ഇഷ്ടമാണ്. ഒരു യങ് മാൻ ആണ്. ഈ പറയുന്ന ജീവിതമൊക്കെ ആസ്വദിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അവനിക്ക് ഒരു കാര്യത്തിലും വലിയ ഒരു കെയർ ഫ്രീ യൂത്ത് ആണ് അവൻ്റെത്. അതുകൊണ്ട് റൊണാൾഡോ, നീ അവന്റെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കണം. അവിടെ ചെന്നിട്ട് അവനിക്ക് ഒരു സംശയം തോന്നരുത്. നീ അവനെ സ്പൈ ചെയ്യാൻ പോയിരിക്കാൻ തോന്നരുത്. സഹായിക്കാൻ പോകുന്നതാണെന്ന് തോന്നുള്ളൂ. നിന്റെ ട്രൂ ഇന്റൻഷൻ അവൻ എന്താണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ റൊണാൾഡോയെ ഇങ്ങോട്ട് അയക്കുകയാണ്, പാരീസിലേക്ക് അയക്കുകയാണ്. ആ ഒരു സമയത്ത് ഒഫീലിയ എൻട്രി ചെയ്യാണ്. പൊളോണീസ് ഒഫീലിയടിക്ക് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയാം, ഹാംലെറ്റിന്റെ സ്വഭാവം ആകെ മാറി. ഹീസ് ഇൻ അലാർമിംഗ് ബിഹേവിയർ. ഓക്കെ, അവന് എന്ത് പറ്റിയെന്നറിയുമ്പോൾ അവന്റെ വേഷവും ഭാവവും ഒക്കെ ആകെ മാറിയിട്ടുണ്ട്, എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയും. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഒഫീലിയ പറയുന്നത്, എന്നോട് അവന് ഒരുപാട് തവണ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ അതൊക്കെ റിജക്ട് ചെയ്തു. മേ ബി ഞാൻ അവന്റെ ലെറ്റേഴ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഫ്യൂസ് ചെയ്യുന്നതാകാൻ കാരണമെന്ന് അവൾ പറയുന്നുണ്ട്. അന്നേരം നേരത്തെ തന്നെ നമ്മുടെ ഡ്രാമയുടെ ഭാഗമായിട്ട് ന്റെ വാക്കിന്റെ ഭാഗമായിട്ട് ഇവനൊരു ചെറിയ തരത്തിൽ മാഡ്നെസ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാംലെറ്റ്. അന്നേരം ഇവന്റെ ഈ മാഡ്നെസ്, ഇവന്റെ ഈ ഒരു മെലങ്കോളിക് സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൊളോണിയസിന് പെട്ടെന്ന് കത്തുന്നത്, ഹാംലെറ്റ്സ് മാഡ്നെസ് ഈസ് കോസ്ഡ് ബൈ ദ അൺറിക്വറ്റഡ് ലവ് ഫോർ ഒഫീലിയ റാദർ ദാൻ മിയർ ഫ്ലിർട്ടേഷൻ. തന്റെ മകളോട് ചെറിയ തരത്തിലുള്ള ഫ്ലിർട്ടേഷൻ മാത്രമായിരിക്കും അവനിക്കുള്ളത്. അതുകൊണ്ടാണ് ഒഫീലിയടിക്കൽ അവൻ്റെ ഇടിക്കൽ കൂടുതൽ അടുക്കണ്ട എന്ന് പൊളോണിയസ് പറയാനുള്ള കാരണം. പക്ഷെ ഇന്നിപ്പോ അയാൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു, ഇല്ല, തന്റെ മകളോട് അവനിക്ക് ചെറിയ തരത്തിലുള്ള ഫ്ലിർട്ടേഷൻ അല്ല ഉള്ളത്, അവനിക്ക് അൺറിക്വറ്റഡ് ലവ്, അവന്റെ ഒരു ട്രൂ ലവ് ആണ് തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് അവനിക്ക് ഈ മാഡ്നസ് ക്രിയേറ്റ് ചെയ്യുന്നത് തോന്നുകയാണ്. അവനിക്ക് ഈ കാര്യം, താൻ കണ്ടുപിടിച്ച കാര്യം ക്ലോഡിയസിനോടും ജെട്രൂഡിനോടും പറയാനായിട്ട് പൊളോണീസ് പോവുകയാണ്. ഇവിടെയാണ് ആക്ട് സെക്കൻഡ് സീൻ വൺ എൻഡ് ചെയ്ത്. ആക്ട് സെക്കൻഡ് സീൻ ടൂവിലേക്ക് വരുമ്പോൾ ക്ലോഡിയസിന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള, ഹാംലെറ്റിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള റോസൻ ക്രാൻസിനെ ഗിൽഡൻ സ്റ്റേണിനെ അദ്ദേഹം വിളിച്ചു വരുത്തിച്ചിരിക്കുകയാണ്. ഹാംലെറ്റ് കൊട്ടാരത്തിലുണ്ട്. ഹാംലെറ്റ് വളരെ മാഡായിട്ട്, വളരെ മെലങ്കോളിക്കാണ്. അവന്റെ മെലങ്കളിയുടെ ട്രൂ ഇന്റൻഷൻ എന്താണ്, അതിന്റെ ട്രൂ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള റോസൻ ക്രാൻസിനെയും ഗിൽഡൻസ്റ്റനെയും വിളിപ്പിച്ചിട്ടുള്ളത്. അന്നേരം ഇത് പറയാൻ, താൻ കണ്ടുപിടിച്ച കാര്യം പറയാനായിട്ട് പൊളോണിയസ് കൊട്ടാരത്തിലേക്ക് വന്നു. ക്ലോഡിയസും ജെട്രൂഡും ഉണ്ട്. അന്നേരം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നേരത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫോർട്ടിൻബ്രാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഇവിടെ നിന്ന് 2 അംബാസഡേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. വ്ളോഡിമോർട്ടും കൊർണീലിയസും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കിങ് ഹെറോൾഡ് ഓഫ് നോർവേ എന്ന് വെച്ചാൽ ഫോർട്ടിൻബ്രാസിന്റെ അങ്കിളിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കോംപ്രമൈസിലെത്തി. ഇങ്ങനെ കിങ് ഹെറോൾഡ് ഓഫ് നോർവേ പ്രിൻസ് ഫോർട്ടിൻബ്രാസിനോട് സംസാരിച്ചു. അവർ തമ്മിൽ ചില കാര്യങ്ങൾ തീർപ്പാക്കിയിട്ടുണ്ട്. അത് പ്രകാരം പ്രിൻസ് ഫോർട്ടിൻബ്രാസ് ഒരിക്കലും ഡെൻമാർക്കിനെ അറ്റാക്ക് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഡെൻമാർക്കുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കുകയില്ല. താൻ പറഞ്ഞത് കേട്ടതിൽ വളരെയധികം സന്തോഷം തോന്നിയ ഹെറോൾഡ് ഓഫ് നോർവേ പ്രിൻസ് ഡെൻമാർക്കിന് ആനുവൽ അലവൻസ് കുറച്ചുകൂടെ ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് കുറച്ച് പ്രോവിൻസുകളൊക്കെ വിട്ടു നൽകുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഡെൻമാർക്കിനെ അറ്റാക്ക് ചെയ്യരുത്, നിങ്ങൾക്ക് എങ്ങോട്ട് പോയാൽ പോൾസിലേക്ക് പോയി പോൾസിലെ അവിടെയുള്ള രാജ്യങ്ങളൊക്കെ അങ്ങോട്ടുള്ള രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഹെറാൾഡ് ഓഫ് നോർവേ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് പോളണ്ട് അറ്റാക്ക് ചെയ്യണം. പോളണ്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന മാർഗം ഡെൻമാർക്കിൽ കൂടെയാണ്. അന്നേരം ഡെൻമാർക്കിലൂടെ പോളണ്ടിലേക്ക് പോകാനും അവിടെ അറ്റാക്ക് ചെയ്യാനും തന്നെ സഹായിക്കണമെന്ന് ആര് ആവശ്യപ്പെട്ടു? ക്ലോഡിയസിനോട്
കിങ് ഹെറോൾഡ് ഓഫ് നോർവേ ആവശ്യപ്പെട്ടു. അത് ക്ലോഡിയസ് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും അദ്ദേഹം ചെയ്തു. ഓക്കെ, അന്നേരം ഇതോടുകൂടി ഫോർട്ടിൻ ബ്രാസിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. എന്നതിന് ശേഷം പൊളോണീസ് പറയാണ്, യഥാർത്ഥ കാര്യം മാഡ്നസ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ഒഫീലിയോട് ഹാംലെറ്റിന് അതിയായ ഇഷ്ടമുണ്ട്. അവൾ കണ്ടിന്യൂസ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നതാണ് അവന്റെ ആ മാഡ്നസിന്റെ കാര്യം. ഇത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, ഇവരെ തമ്മിൽ ഒന്ന് സംസാരിപ്പിക്കാൻ ഇരുത്താം. ഇത് ഇവരുടെ സംസാരം എന്താണെന്ന് നമുക്കൊന്ന് ഒളിഞ്ഞു കേൾക്കുകയും ചെയ്യാം. ഈ ലൗഡ് സ്ട്രിക്കൻ മാഡ്നസ് ആണ് റിയൽ റീസൺ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ക്ലോഡിയസും ജെട്രൂഡും പൊളോണിയസും പിരിയാണ്. പൊളോണിയസ് തിരിഞ്ഞ് പോകുന്ന വഴി പോകുന്ന വഴിക്ക് പൊളോണിയസ് ഹാംലെറ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹാംലെറ്റിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഹാംലെറ്റിന് ഈ കിഴവനെ ഈ പറയുന്ന പൊളോണിയസിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടണമെന്നാണ്. ഇയാൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ പറയുന്നു. അന്നേരം ഇയാൾക്ക് ഒരു മുഖം കൊടുക്കുന്നില്ല. ഇത് കാണുമ്പോൾ പൊളോണിയസിന് തോന്നുന്നത് തന്റെ മകൾ അവനെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള തന്നോടുള്ള ദേഷ്യമായിരിക്കും ഇതിന് കാരണമെന്ന് കരുതി അയാൾ അതിനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹാംലെറ്റ് തിരികെ വരുന്ന വഴിയിൽ റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണും കണ്ടുമുട്ടുന്നു. അവർ കാസലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അന്നേരം തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സായി ഇവരെന്തിന് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ എന്തിനു തങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഹാംലെറ്റ് ഇവരോട് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ ഇവരുടെ ട്രൂ പർപ്പസിനെ പറ്റി പറയുന്നില്ല. എൽസിനോറി വന്നതിന് ചുമ്മാ വന്ന് നിന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഇവർക്ക് പറയേണ്ടി വന്നു. ക്ലോഡിയസ് വിളിപ്പിച്ചിട്ടാണ് തങ്ങൾക്ക് വന്നതെന്ന് അവർക്ക് പറയേണ്ടി വന്നു. അതിനുശേഷം ഇവരെ വിട്ടിട്ട് ഹാംലെറ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കൂട്ടം പ്ലെയേഴ്സ് ഒക്കെ പെർഫോം ചെയ്യുന്ന സ്ട്രീറ്റ് പ്ലെയേഴ്സ് അവരിങ്ങനെ വരുന്ന കാണുന്നത്. അന്നേരം ഇവര് വെർജിലിന്റെ ഏനിഡ് പ്ലേ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, വെർജിലിന്റെ ഏനിഡിന്റെ അകത്തുള്ള ഒരു ഭാഗം അവര് പ്ലേ ചെയ്തിട്ടാണ് വരുന്നത്. ഇവരെ കണ്ടതും നമ്മുടെ ഹാംലെറ്റ് ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഏതാണ് പ്ലേ ചെയ്തത്, നിങ്ങൾ ഏത് സീനാണ് കഴിഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ, ഡിഡോയും ഡെത്ത് ഓഫ് പ്രിയാം ഫോൾ ഓഫ് ട്രോയില് ഡെത്ത് ഓഫ് പ്രിയാമിന്റെ ആ ഒരു ഭാഗമാണ് ഞങ്ങൾ പ്ലേ ചെയ്തത്. അത് ആ ഒരു ഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞതും. ഹെക്കുബയും പ്രിയാമിന്റെ വൈഫിന്റെ ലമന്റും ഒക്കെയാണ് ഞങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോയ് യുദ്ധത്തിന്റെ അകത്ത് പ്രിയാം എന്ന് പറയുന്ന രാജകുമാരൻ മരണപ്പെട്ടു. പ്രിയാമിന്റെ മരണത്തിനോടനുബന്ധിച്ച് പ്രിയാമിന്റെ ഭാര്യയായ ഹെക്കുബയുടെ വിലാപം അതൊക്കെയാണ് ഞങ്ങൾ പ്ലേ ചെയ്തതെന്ന് പറയും. നേരത്തേക്ക് ഹാംലെറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മർഡർ ഓഫ് ഗോൺസാഗോ എന്ന് പറയുന്ന ഒരു പ്ലേ അറിയാമോ, അത് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അറിയാം, ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, എങ്കിൽ അത് നെക്സ്റ്റ് ഡേ രാത്രി കൊട്ടാരത്തിൽ വന്ന് അതൊന്ന് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി മാറ്റി ആക്ഷൻസും പ്ലാൻസും ഒക്കെ എഴുതി മാറ്റിത്തരാം, നിങ്ങൾക്ക് അതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഷുവറായിട്ട് നിങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ഇരുന്ന് നമ്മളുടെ ഹാംലെറ്റ് അതിൻ്റെ അകത്ത് കുറച്ച് ആ പ്ലേയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് അതിൻ്റെ അകത്ത് ക്ലോഡിയസ് ആ പ്ലേയിൽ മാറ്റങ്ങൾ വരുത്തി ഡയലോഗുകൾ ചേഞ്ച് ചെയ്ത് ക്ലോഡിയസിന്റെ ഉള്ളിലെ ഗിൽറ്റ് കുറ്റബോധം വെളിയിൽ കൊണ്ടുവരാനും തൻ്റെ ഫാദറിന്റെ മർഡർ ഈ പറഞ്ഞ പോലെ ഗോസ്റ്റ് പറഞ്ഞതുപോലെ ക്ലോഡിയസ് ആണോ എന്ന് അറിയാനും കൂടിയാണ് അയാൾ ഇങ്ങനെ ഒരു പ്ലേ മർഡർ ഓഫ് ഗോൺസാഗോ എന്ന് പറയുന്ന ഒരു പ്ലേ അവിടെ ഇനാക്ട് ചെയ്യുന്നത്. അന്നേരം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത തെറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ അതുപോലെ എന്തെങ്കിലും ഡെപിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കുറ്റബോധ മുഖത്ത് പ്രതിഫലിക്കും. സോ ഇങ്ങനെ ഒരു കാര്യം ക്ലോഡിയസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വെർജിലിന്റെ ഏനിഡ് പ്ലേ ചെയ്ത പ്ലേയേഴ്സിനെ കൊണ്ട് മദർ ഓഫ് ഗോൺസാഗോ എന്ന് പറയുന്ന പ്ലേ ഹാംലെറ്റ് ഇനാക്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അത് ഇത്രയും കാര്യങ്ങളാണ് ആക്ട് സെക്കൻഡിൽ നടക്കുന്നത്. ഞാൻ ആക്ട് തേർഡിലേക്ക് പോകാം. ആക്ട് തേർഡ്, സീൻ ഫസ്റ്റ്. സീൻ 1 നമ്മൾ കാണുന്നത് ക്ലോഡിസ് റോസൻക്രസിനെയും ഗിൽഡൻസ്റ്റനെയും തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ്. ഹാംലെറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാനായിട്ടാണ് അദ്ദേഹം വിളിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്ക് അറിയില്ല ഹാംലെറ്റ് ഏതവസ്ഥ ശരിക്കും പറഞ്ഞാൽ മാഡ് ആണോ അല്ലയോ എന്ന് അവർക്ക് പോലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അന്നേരത്തേക്കാണ് റോസൻക്രാൻസും ഗിൽഡൻസ്റ്റണും പറയുന്നത്, ഇപ്പോ ഹാംലെറ്റ് പ്ലേയുടെ പുറകെയാണ്. അയാൾക്ക് പ്ലേ ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ അത് കാണുന്നതിലും ഒക്കെയാണ് ഇയാൾക്ക് താല്പര്യം. മേ ബി ഇങ്ങനെയുള്ള ഒരു എന്റർടൈൻമെന്റിലൂടെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഈ ഒരു മെലങ്കോളിക് മാഡ്നസ് സിറ്റുവേഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്നേരം അത് കേട്ടപ്പോൾ ക്ലോഡിയസിനും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുകയും പ്ലേ ഇനാക്ട് ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കുകയും ചെയ്യുകയാണ്.
ആ ഒരു സമയത്ത് പൊളോണിയസ് വീണ്ടും വന്നിട്ട് ക്ലോഡീസിനോടേക്ക് പറയാൻ ഈ പ്ലേ ഒന്നും അല്ല കാരണം. അവനിക്ക് എന്റർടൈൻമെന്റ് അല്ല വേണ്ടത്. എന്റെ മോൾ ആയ ഒഫീലിയ അവനോട് യെസ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലവ് അഫെയർ ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഒന്ന് റീജനറേറ്റ് ചെയ്താൽ മതി. ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ക്ലോഡീസിന് അതിൻ്റെ അകത്ത് വലിയ വിശ്വാസം പോരാ. അങ്ങനെ ഇവരുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് ഒഫീലിയയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാംലെറ്റിനുമായിട്ട് ഇരുന്ന് സംസാരിക്കാനായിട്ട് ലൈബ്രറിയിൽ ഒരു സ്ഥലം ഒഴിക്കുകയാണ്. ലൈബ്രറിയിൽ ഒരു കർട്ടന്റെ പിറകിലായിട്ട് ക്ലോണീസും ക്ലോഡിയസും മറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഒഫീലിയ ബുക്ക് വായിക്കുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് ലൈബ്രറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവിടേക്ക് ഹാംലെറ്റ് എൻട്രി ചെയ്യുന്നു. ഹാംലെറ്റ് മറ്റാരെയും കാണുന്നില്ല. അപ്പോഴാണ് ഒരു സോളിലൊക്കെ ഹാംലെറ്റ് പറയുന്നത്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ എന്ന് പറയുന്ന ഒരു സോളിലൊക്കെ ഹാംലെറ്റ് പറയുന്നത് ഈ ഒരു അവസരത്തിലാണ്. ഹാംലെറ്റ് ഒഫീലിയെ കാണുന്നുണ്ട്. എന്നിട്ട് അവളുമായിട്ട് കോൺവെർസേഷനിലേക്ക് വരികയാണ്. ഹാംലെറ്റിന് അതുവരെ ഒഫീലിയ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഹാംലെറ്റിന് അയാൾ റിട്ടേൺ ചെയ്യണം. ഗിഫ്റ്റുകളും ലെറ്റേഴ്സുകളൊക്കെ റിട്ടേൺ ചെയ്യുമ്പോൾ ഒഫീലിയയ്ക്ക് അതൊക്കെ വാങ്ങിച്ചിട്ട് തിരികെ വാങ്ങിച്ചിട്ട് അവൻ ഒഫീലിയയെ അഡ്വൈസ് ചെയ്യാണ്. സർക്കാസ്റ്റിക്കലി അഡ്വൈസ് ചെയ്തിട്ട് പറയാണ്, യു മസ്റ്റ് ഗോ ടു നണ്ണറി ആൻഡ് യു ഹാവ് ടു അവോയ്ഡ് യുവർ ടെംപ്റ്റേഷൻ ആൻഡ് ലെസ്റ്റ്. ലെസ്റ്റും ടെംപ്റ്റേഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നണ്ണറിയിലേക്ക് എന്ന് വെച്ചാൽ നണ്ണായി മാറാൻ അയാള് ആവശ്യപ്പെടുകയാണ്. ഈ ഹാംലെറ്റിന്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് ആകെ മുഴുവൻ വിഷമിച്ചുകൊണ്ട് ഒഫീലിയ കരഞ്ഞുകൊണ്ടാണ് അവിടെ വിടുന്നത്. ഹാംലെറ്റും ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ക്ലോഡിയസിന് ഒരു ഡൗട്ട് അടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹാംലെറ്റിന്റെ ഈ മാഡ്നസ് അവന്റെ ലവ് അഫെയർ കൊണ്ട് ഉണ്ടായതാണോ അല്ലയോ എന്ന് അയാൾക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല. പക്ഷെ അപ്പോഴും പൊളോണീസ് പറയുന്നത് തൻ്റെ മകളുടെ അൺറിക്വറ്റഡ് ലവ് അഫെയർ കാരണമാണ് ഈ പറയുന്ന മാഡ്നസ് ഹാംലെറ്റിൽ ക്രിയേറ്റ് ചെയ്ത്, അല്ലാതെ അവനക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പൊളോണിസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ക്ലോഡീസ് പറയാണ് അവൻ ഇന്ന് വൈകിട്ട് ഈവനിങ്ങിൽ ഹാംലെറ്റും ജെർട്രൂഡും തമ്മിലുള്ള ഒരു മീറ്റിംഗ് വെക്കണം. ആ ഒരു മീറ്റിംഗ് പ്രൈവറ്റ് മീറ്റിംഗിൽ എനിക്കത് കാണണം. ഞാൻ അമ്മയും മകനും തമ്മിലുള്ള മീറ്റിംഗ് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ക്ലോഡീസ് പറയാണ്. അപ്പം ഒഫീലിയയും ഹാംലെറ്റും തമ്മിലുള്ള മീറ്റിംഗ് കണ്ടു ലൈബ്രറിയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ക്ലോഡിയസും ഹാംലെറ്റും ജെർട്രൂഡും തമ്മിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്നും അത് കാണണമെന്നും അവര് തീരുമാനിക്കണം. പക്ഷേ വൈകുന്നേരം ആകുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് അവിടെ അരങ്ങേറി. അതോടുകൂടി സീൻ 2 ആക്ട് 2 സീൻ 2 ആക്ട് 3 സീൻ 2 സ്റ്റാർട്ട് ചെയ്യാൻ. അന്നേരം പ്ലേയേഴ്സ് ഒക്കെ വന്നു. അവർ നാച്ചുറലി ഒരു പെർഫോമൻസ് ഒരു തരത്തിൽ അവരിങ്ങനെ റിഹേഴ്സൽ ചെയ്യുകയാണ്. അന്നേരം ഒരു ഡം ഷോ അവർ പെർഫോം ചെയ്യാണ്. ഡം ഷോ എന്ന് പറയുമ്പോൾ ഒരു അലിഗ്ഡ് മർഡർ ആണ്. രാജാവിനെ ഒരാൾ വിഷം കൊടുത്ത് കൊന്നു. ഈ ചെവിയിൽ പോയിസൺ ഒഴിച്ചിട്ടാണ് കൊന്നത്. രാജാവ് മരിച്ചു കിടന്നു. മരിച്ചു കിടക്കണ രാജാധികാരം മറ്റൊരാളിലേക്ക് പോയി. സോ ഇതാണ് ഡം ഷോയിൽ അല്ലെങ്കിൽ റിഹേഴ്സലിൽ കാണിച്ചത്. ഇത് കണ്ടപ്പം ഒഫീലിയക്ക് കൺഫ്യൂഷൻ, ഇത് വർക്കൗട്ട് ആവും, ഇതിൻ്റെ അകത്ത് എന്താ ഇത്ര പ്രത്യേകതയൊക്കെ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹാംലെറ്റ് പറയുന്നുണ്ട്, നീ ഇത് കണ്ടുകൊണ്ടിരിക്കുക, ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് പറയുന്നുണ്ട്. ദെൻ ലേറ്റർ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജാവും രാജ്ഞിയും ഒക്കെ പ്ലേ കാണാനായിട്ട് വന്ന് ഇവര് ഈ പ്ലേയേഴ്സിനെ അനുമോദിക്കുന്നുണ്ട്. അതിനുശേഷം അവര് വന്ന് ഇരിക്കുകയാണ്. ഓക്കെ. ദെൻ പ്ലേ സ്റ്റാർട്ട് ചെയ്തു. പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് രാജാവും രാജ്ഞിയുമാണ്. അവർ കൈ പിടിച്ച് പ്ലേയിലാണ്. ഓക്കെ, പ്ലേ വിതിൻ ദ പ്ലേ ആണ് ഇത് കാണിക്കുന്നത്. ഒരു പ്ലേ വിതിൻ ദ പ്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേരുണ്ട്, മർഡർ ഓഫ് ഗോൺസാഗോ. കഴിഞ്ഞ ആക്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മർഡർ ഓഫ് ഗോൺസാഗോ. ആ ഒരു പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് ഇനാക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് രാജാവും രാജ്ഞിയും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ. അന്നേരം രാജാവും രാജ്ഞിയും ഭയങ്കര സന്തോഷത്തിലാണ്. രാജാവ് പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുപാട് വർഷക്കാലം ജീവിക്കണം, പക്ഷെ ഞാൻ മരണപ്പെട്ടാൽ നീ മറ്റൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ രാജാവ് രാജ്ഞിയോട് ആവശ്യപ്പെടുന്നുണ്ട്. രാജ്ഞി അതിനൊന്നും എനിക്ക് ഇടവരുത്തരുതേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്ഞി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ ഒരു നെഫ്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രാജാവ് ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ രാജാവിൻ്റെ ചെവിയിലേക്ക് വിഷമൊഴിക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് മരണപ്പെട്ടു പോവുകയും രാജ്ഞിയെ വിവാഹം ചെയ്യുകയും ഇയാൾ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മളുടെ രാജ്ഞിയായ ജെർട്രൂഡിന് ഭയങ്കര വിഷമാവുകയും
അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദ ലേഡി ഡോത്ത് പ്രൊട്ടസ്റ്റ് ടു മച്ച് മീ തിങ്സ്. ആ ലേഡി ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ ജെട്രൂഡ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ട് കൊണ്ടിരുന്ന നമ്മുടെ ക്ലോഡീസിന് ആകെ ദേഷ്യം വരികയാണ്. ക്ലോഡീസിന് ഒരുപാട് ഡിസ്കംഫർട്ട് തോന്നുകയും അയാള് ഈ പ്ലേ ഇനാക്ട് ചെയ്യുന്ന അവിടെ നിർത്തിപ്പിക്കുകയും അവിടെ നിന്ന് ക്ലോഡീസും കൂട്ടരും, ക്ലോഡീസിന് ഇന്ററാക്ഷൻ എന്ന് പറയും, ക്ലോഡീസിന്റെ കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹൊറേഷ്യയും ഹാംലറ്റും പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കുക. അവരുടെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു. ക്ലോഡീസിന്റെ ഉള്ളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് മറ്റെവിടെയെങ്കിലും റീനാക്ട് ചെയ്യുക അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളുടെ മുഖത്ത് അത് അതിന്റെ ഒരു കുറ്റബോധം നിഴലിക്കും ഇല്ലേ? സോ അതുപോലെ തന്നെ ക്ലോഡീസിന്റെ മുഖത്ത് ആ ഒരു കുറ്റബോധവും കോപവും ഒക്കെ നിഴലിച്ചു. ഇത് കണ്ട് ആർക്ക് ഉറപ്പായി? ഈ പറയുന്ന ഗോസ്റ്റ് തന്നോട് പറഞ്ഞ ഉറപ്പാണെന്ന് ഹാംലെറ്റ് തീരുമാനിക്കുകയും അയാൾക്ക് മനസ്സിലായി ക്ലോഡിയസ് ആണ് തന്റെ പിതാവിനെ കൊന്നതെന്ന് അയാൾ അങ്ങ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. ആ ഒരു സമയം അങ്ങനെ പ്ലേ കഴിഞ്ഞു. ഈ പറയുന്ന പ്ലേ നിർത്തിവെച്ചു. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. ആ ഒരു സമയത്ത് റോസൻക്രാൻസും ഗിൽഡൻസ്റ്റണും ചെന്നിട്ട് ഹാംലെറ്റിനോട് പറയാണ്, ക്ലോഡീസും ജെർട്രൂഡും ആകെ മൊത്തം ദേഷ്യത്തിലാണ്. ക്ലോഡീസിന് നിന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ദേഷ്യമുണ്ട്. ജെർട്രൂഡിന് നിന്നെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ചെന്ന് ജെർട്രൂഡിനെ കാണണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. ആ ഒരു സമയം തന്നെ പൊളോണീസ് വന്നിട്ട് ഹാംലെറ്റിനടുക്കി പറയുന്നുണ്ട്, അമ്മ അമ്മയായ ജെർട്രൂഡ് നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് ചെന്ന് കാണണം. അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ ഒരു സമയത്ത് ഹാംലെറ്റ് അയാളുടെ സോളിലോക്കി ഇങ്ങനെ പറയുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ തന്നോട് തന്നെ അയാൾ പറയുകയാണ്. ഇവിടെയാണ് ആക്ട് തേർഡ് സീൻ 2 എൻഡ് ചെയ്യുന്നത്. ഇനി ആക്ട് തേർഡ് സീൻ 3. ആക്ട് തേർഡ് സീൻ 3ലേക്ക് വരുമ്പോൾ ക്ലോഡിയസ് Claudius gives Rosencrantz and Guildenstern a sealed envelope that contains orders to transport Hamlet to England and deliver the envelope to King there. ഇംഗ്ലണ്ടിൽ രാജാവിന് കൊടുക്കാനായിട്ട് ഈ റോസൻക്രാൻസിന്റെ ഗിൽഡൻസ്റ്റന്റെ അടുക്കലും ഒരു എൻവലപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ പറയാണ്, ഈ എൻവലപ്പും കൊണ്ട് ഹാംലെറ്റുമായിട്ട് നിങ്ങൾ എവിടോട്ട് പോകണം, ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അതിനു മുൻപ് തന്നെ പൊളോണിയസ് വന്നിട്ട് നമ്മുടെ ഹാംലെറ്റിന്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയായ ജെർട്രൂഡ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അമ്മയും മോനും എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരിന്ന് സംസാരിക്കുന്നതിന്റെ കർട്ടന്റെ ബാക്കിലായിട്ട് പൊളോണിയസ് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ക്ലോഡീസ് ആ ഒരു സമയം ക്ലോഡീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും മകനും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്ലേ കഴിഞ്ഞതോടുകൂടി ക്ലോഡീസിന്റെ മനസ്സ് മാറി. അയാളുടെ ഉള്ളിൽ കുറ്റബോധം നിറയാണ്. അയാൾക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നി, ഒരുപാട് ഫൊർഗീവ്നെസ് നേടണമെന്ന് തോന്നി. പക്ഷെ അയാൾക്കറിയാം താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന്റെ ആ ഒരു ഫലങ്ങൾ അനുഭവിക്കുന്ന കാലത്തോളം താൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും അത് ദൈവം കേൾക്കില്ലെന്ന് അറിയാം. അങ്ങനെ നിന്ന ക്ലോഡീസ് മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് അതുവഴി കടന്നു പോകുന്ന നമ്മുടെ ഹാംലെറ്റ് കിങ് ക്ലോഡിയസിന് ഒറ്റയ്ക്ക് കാണുന്നത്. ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് വേണ്ടുന്ന വിധം ഉപയോഗിക്കുകയും ക്ലോഡീസിന് വകവരുത്തുകയും ചെയ്യായിരുന്നു. പക്ഷെ ഹാംലെറ്റ് ഒരിക്കലും ക്ലോഡീസിനെ കൊല്ലാൻ തീരുമാനിച്ചില്ല. കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അയാൾ ഡയറക്റ്റ് ഹെവനിൽ പോകും. എൻ്റെ അച്ഛനെ കൊന്ന ഇങ്ങനെ വളരെ സിൻഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഹെവനിൽ പോയിക്കൂടാ എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ക്ലോഡീസിനെ അയാൾ അവിടെ വെച്ച് മർഡർ ചെയ്യുന്നില്ല. മറ്റൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അയാളെ കാത്തിരിക്കുകയോ. അതിനുശേഷം ഹാംലെറ്റ് തൻ്റെ അമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ്. അന്നേരം ആക്ട് തേർഡ് സീൻ തേർഡിലാണ് ഈ പറയുന്ന ക്ലോഡീസിനെ കൊല്ലാൻ വേണ്ടി ഒരവസരം കിട്ടിയിട്ടും അയാൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു അവസരത്തിനായി കാൽക്കുന്നു. അന്നേരം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആ ഒരു റിവെഞ്ച് ആ ഹാംലെറ്റിന്റെ ആ ഒരു ഡെത്തിന് കാരണം എന്ന് പറയുന്നത് അയാളുടെ പ്രൊക്കാസ്റ്റിനേഷൻ. പല അവസരങ്ങൾ കിട്ടിയിട്ടും ക്ലോഡീസിനെ കൊല്ലാതെ അയാൾ വിടുന്നുണ്ട്. അത് അയാളുടെ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ആക്ട് തേർഡ് സീൻ 4. Polonius hides behind the curtain in Gertrude's chamber while waiting for Hamlet. ഹാംലെറ്റിന് തിരക്കിക്കൊണ്ട് നിൽക്കുന്ന നേരം ഈ പറയുന്ന പൊളോണിയസ് ജെർട്രൂഡിന്റെ ചേംബറിലെ കർട്ടന്റെ മുകളിൽ മറവിൽ ഇങ്ങനെ മറഞ്ഞു. അങ്ങനെ പൊളോണിയസ് അവരുടെ കർട്ടന് പിന്നിൽ മറിഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ ഹാംലെറ്റ് ജെർട്രൂഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ജെർട്രൂഡുമായിട്ട് പല കാര്യങ്ങൾ സംസാരിച്ച് ഇവർ വാക്ക് തർക്കത്തിലേക്ക് പോവുകയാണ്.
തന്റെ അച്ഛനെ വധിച്ച ഒരാളുടെ ഭാര്യയായി എന്തിനു വന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ബ്രദറിന്റെ എന്നുവെച്ചാൽ ബ്രദറിനെ, ഹസ്ബൻഡിന്റെ ബ്രദറിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്, അങ്ങനെ ഗ്രേവ് സിനാണ് താങ്കൾ ചെയ്തതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ് ജെർട്രൂഡിനെ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്. അതിനുശേഷം ജെർട്രൂഡിനെ വലിച്ച് മിററിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ട് നിർത്തിയിട്ട് താൻ ചെയ്ത തെറ്റെന്താണ്, തന്റെ ട്രൂ നേച്ചർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അവളെ ശ്രമിക്കുമ്പോൾ ജെർട്രൂഡിന് ഇവന്റെ സ്വഭാവം എല്ലാം കണ്ടിട്ട് പേടിയാകുകയും ജെർട്രൂഡ് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഹെൽപ്പിന് വേണ്ടി അലറി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ ഇപ്പൊ തന്റെ മകൻ ഹാം ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വേണ്ടിയിട്ട് അന്നേരം അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജെർട്രൂഡ് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഈ പറഞ്ഞ കർട്ടന് പിറകിൽ മറിഞ്ഞ് നിന്ന് പൊളോണിയസ് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി. ഈ ശബ്ദം കേട്ട് പൊളോണിയസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്നിട്ട് ക്ലോഡിയസ് ആയിരിക്കാം ഇതിന്റെ പിറകിൽ മറിഞ്ഞു നിൽക്കുന്നതെന്ന് വിചാരിച്ച് ആ കർട്ടനില് ഉള്ളിൽ കൂടെ വലിയ രീതി വാൾ വെച്ച് 2-3 തവണ കുത്തുന്നുണ്ട്. ഈ കുത്തേൽക്കുന്ന മുഴുവൻ പൊളോണീസിലാണ്. പൊളോണീസ് തൽക്ഷണം തന്നെ മടിക്കുന്നുണ്ട്. കർട്ടൻ മാറ്റി നോക്കുമ്പോൾ കാണുന്നത് പൊളോണീസിന്റെ മൃതദേഹമാണ്. അന്നേരത്തേക്ക് നമ്മുടെ ഹാംലെറ്റ് പറയുന്നുണ്ട്, യു റാഷ് ഇൻട്രൂഡിങ് ഫൂൾ എന്നാണ് പറയുന്നത്. എവിടെ കയറിയാലും ഈ പറയുന്ന ഒരു ഫൂള് തന്നെ ഇൻട്രൂഡ് ചെയ്ത് തന്നെ ബുദ്ധിമുട്ടിക്കുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനുശേഷം ഹാംലെറ്റ് ജെർട്രൂഡിനെ ഒരു കസേരയിൽ ഇരുത്തുന്നുണ്ട്. അവിടെ 2 പോർട്രേറ്റ്, 2 പിക്ചേഴ്സ് എടുത്ത് കൈ കൊടുക്കുന്നുണ്ട്. ഒന്ന് തന്റെ ഹസ്ബൻഡിന്റെയും, ഫസ്റ്റ് ഹസ്ബൻഡ് അല്ലെങ്കിൽ തന്റെ പിതാവിന്റെയും, ഒന്ന് ഇപ്പോഴത്തെ രാജാവ് ക്ലോഡീസിന്റെയും. എന്നിട്ട് അവരോടേക്ക് പറയാണ്, നോക്ക് ഇവരുടെ വെർച്യൂസും വൈസസും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അക്കം വിട്ട് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് തന്റെ പിതാവായ കിങ് ഹാംലെറ്റിന്റെ നോബൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും തന്റെ ഇപ്പോഴത്തെ രാജാവ് ക്ലോഡീസിനെ കുറിച്ച് വളരെ ഡെറിഗേറ്ററി ലാംഗ്വേജിൽ, വളരെ മോശം ലാംഗ്വേജിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ജെർട്രൂഡിന്റെ ഉള്ളിൽ വളരെയധികം ദുഃഖം തോന്നുകയും താൻ ചെയ്ത കാര്യം തെറ്റായി പോയി എന്ന് അവർക്ക് തോന്നുകയും ചെയ്യുകയാണ്. ആ ഒരു സമയം ജെർട്രൂഡ് കരയുകയാണ്. അവർ ചെയ്ത ആ ഒരു പാപത്തിന്റെ തീവ്രത കൊണ്ട് അവരിങ്ങനെ കരയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഗോസ്റ്റ് റീഅപ്പിയർ ചെയ്യുകയാണ്. എവിടെയാണ്? ജെർട്രൂഡിന്റെ റൂമിലാണ് റീഅപ്പിയർ ചെയ്യുന്നത്. എന്നിട്ട് ഹാംലെറ്റിനോട് കമാൻഡ് ചെയ്യുകയാണ്, നിന്റെ അമ്മയായ ജെർട്രൂഡിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമ്മയായ ജെർട്രൂഡിനെ എന്ത് ചെയ്യണം, വിഷമിപ്പിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ജെർട്രൂഡിനെ നീ വെറുതെ വിടണം. നിന്റെ ഉദ്ദേശം എന്താണ്? ക്ലോഡീസിനോട് റിവെഞ്ച് ചെയ്യുക എന്നുള്ളതാണ്, ക്ലോഡീസിനെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ജെർട്രൂഡ് നോക്കുമ്പോൾ ഹാംലെറ്റ് വായുവിൽ എന്തിനോടോ നിന്ന് സംസാരിക്കുന്നത്. ജെർട്രൂഡിന് ഈ പറയുന്ന ഗോസ്റ്റിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ജെർട്രൂഡ് അതിനുശേഷം ഗോസ്റ്റ് പോയി കഴിഞ്ഞതിന് ശേഷം ഹാംലെറ്റ് എന്നിട്ട് ജെർട്രൂഡിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവളോട് പറയാണ്, നിങ്ങളുടെ ഈ മാരേജിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും, നിങ്ങൾ റിപ്പന്റ് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശം തരാനുണ്ട്, പ്ലീസ് അവോയ്ഡ് സ്ലീപ്പിംഗ് വിത്ത് ഹിം. ഓക്കെ. എന്നിട്ട് പറയാണ്, ഞാൻ ഈ പറഞ്ഞ ക്ലോഡീസിന്റെ നിർദ്ദേശപ്രകാരം റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണുമായിട്ട് ഇംഗ്ലണ്ടിൽ പോകാനിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അവരെ യാതൊരു തരത്തിൽ വിശ്വാസവുമില്ല. പക്ഷെ ഞാൻ പോകാൻ പോവുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം മരണപ്പെട്ട പൊളോണീസിന്റെ ബോഡിയും വലിച്ചെടുത്തുകൊണ്ട്, ഇഴച്ച് വലിച്ചുകൊണ്ട് അവൻ ആ റൂം വിട്ട് വെളിയിലേക്ക് പോകുകയാണ്.